ഹലോ നമസ്കാരം, ടേസ്റ്റ്ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടൊരു കുമ്പളങ്ങ ഹൽവയായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. വേറെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുമ്പളങ്ങയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം വറ്റുന്നതിനും വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. ഞാൻ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിക്കുള്ള ഹൽവ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ 1/2 കപ്പേ എടുക്കുന്നുള്ളൂ. ഒരു 1 കിലോ കുമ്പളങ്ങയെങ്കിലും എടുത്താൽ ഒരു 3-4 പേർക്കെങ്കിലും അത്യാവശ്യം കഴിക്കാമെന്നുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇനിയും വെള്ളം ഇറങ്ങും പഞ്ചസാരയുടെ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഇടയ്ക്ക് വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, സൈഡിലെങ്ങും പിടിക്കാതിരിക്കാൻ. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഷുഗറും കൂടെ ചേർത്തത് കൊണ്ട് കരിയാനോ ഒക്കെ ചാൻസ് കൂടുതലാണ്. നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർക്കുമ്പോഴായിരിക്കും നല്ലതായിട്ടുള്ള ഫ്ലേവർ അങ്ങ് ഇറങ്ങുക. അപ്പോൾ ഈ ടൈമിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ആ കളറും അതുപോലെ തന്നെ ആ ഫ്ലേവറും നന്നായിട്ട് വരും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. ഇനി നെയ്യൊക്കെ നന്നായിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി അതും വറ്റി വരണം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതും ആ നെയ്യും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ നല്ലതായിട്ടൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കുമ്പളങ്ങയാണെന്ന് കരുതി ഇതിന് ടേസ്റ്റ് കാണൂല എന്ന് ആരും വിചാരിക്കരുത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പാലക്കാട് ഭാഗത്തോട്ടൊക്കെ ഇത് നല്ല ഫേമസ് ആണ് കുമ്പളങ്ങ ഹൽവ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു കുമ്പളങ്ങ തോരൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അതും എല്ലാവരും കാണണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹൽവ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് നെയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ഇതാവുക. അപ്പോൾ ആ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന അതാണ് ഹൽവയുടെ കൺസിസ്റ്റൻസി കേട്ടോ. നമ്മുടെ ഇപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്നൊരു ഹൽവയാണിത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.